ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ മറ്റൊരു ക്യൂട്ടായിട്ടുള്ളൊരു ബേബി ബ്ലൗസാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. 3 to 6 months അയച്ചായിട്ട് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിൽ വന്നൊരു കുട്ടി ഡിസൈനാണ്. ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണേ. ഇതിന് ഞാനൊരു 1.5 മീറ്റർ ഫാബ്രിക്കാണ് സ്കേർട്ടും ടോപ്പും ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളെപ്പോഴും പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യുന്നത് ബേസ് ലൈൻസ് വരയ്ക്കുക എന്നുള്ളതാണ്. സോ ഇന്നത്തെ ടോപ്പിൽ അതിൻ്റെ യോക്ക് പാർട്ടിൽ വന്നിട്ട് ഒരു ചെറിയ വേരിയേഷൻ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. സോ അതിനായിട്ട് നമ്മൾ വെർട്ടിക്കൽ ബേസ് ലൈൻ ഒരു 1.25 ഇഞ്ച് വിട്ട് മാറ്റിയാണ് വരയ്ക്കുന്നത് കേട്ടോ. ഹോറിസോണ്ടൽ ബേസ് ലൈൻ അങ്ങനെ തന്നെയാണ്. ഇന്നത്തെ ടോപ്പും ന്യൂ ബോൺസ് ആയതുകൊണ്ട് ഞാൻ അതിന് ഷോൾഡർ പോയിന്റ് എടുക്കുന്നത് ഒരു 3.5 ഇഞ്ചാണ്. ദെൻ നെക്ക് വിട്ട് വന്നിട്ട് 2 ഇഞ്ചാണ്. നെക്ക് ഡെപ്ത് ഞാൻ എടുക്കുന്നത് 1.5 ഇഞ്ചാണ്. സോ നെക്ക് ഞാനൊരു റൗണ്ട് ഷേപ്പിൽ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒത്തിരി കേർവി ആയിട്ടല്ല, അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ ഒരു ബോട്ട് നെക്ക് ഷേപ്പിൽ കൊണ്ടുവരാൻ നോക്കിയാണ് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഷോൾഡർ പോയിന്റിന് താഴത്തോട്ട് ഒരു 1/2 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. അതിന്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഷോൾഡർ പൊസിഷൻ്റെ അവിടെ ഒരു ഇൻക്ലിനേഷൻ ഉണ്ടാവും, അത് മാനേജ് ചെയ്യാനാണ്. ദെൻ ഷോൾഡർ പോയിന്റ് എത്രയാണോ എടുത്തത് അത് തന്നെ നമ്മൾ ആം ഹോൾ ഡെപ്ത് ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പം ബാക്ക് ഓപ്പണിംഗ് വരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ എടുത്തത്. ഇപ്പം ബാക്ക് ഓപ്പണിംഗ് അല്ലാത്ത തലവഴി കയറ്റി നുടുപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഷോൾഡർ പോയിന്റ് എത്രയാണോ എടുത്തത് അതിൽ നിന്നൊരു 1/2 ഇഞ്ചും കൂടി കൂട്ടിയെടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. ഇനി നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 3 to 6 months 18 ആണ്, അതായത് 18 ഇഞ്ചാണ്. അതിന്റെ 4 എടുക്കുക, അതാണ് 4.5 ഇഞ്ച്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ടോപ്പിന്റെ ലെങ്ത് വന്നിട്ട് 7 ഇഞ്ചാണ്. ആ ലൈനിൽ തന്നെ നമ്മൾ വേസ്റ്റ് റൗണ്ട് കൊടുക്കുന്നുണ്ട് 4.25 ഇഞ്ച്. ഇവിടെ ചെസ്റ്റിനും വേസ്റ്റിനും ഞാൻ ഈസ് ആഡ് ചെയ്തിട്ടില്ല, എക്സാക്ട് ആ 4 തന്നെയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആം ഹോളിന്റെ 2 സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുക. അതിൽ ആദ്യത്തെ സെന്റർ പോയിന്റിൽ നിന്ന് ഒരു 0.25 ഇഞ്ച് അകത്തോട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ഈ 2 പോയിന്റ്സ് ആണ് കിട്ടിയത്. ഈ 2 പോയിന്റ്സും കണക്ട് ചെയ്ത് നമ്മൾ ആം ഹോൾ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു നമ്മളൊരു 1.25 ഇഞ്ച് മാറ്റിയാണ് വെർട്ടിക്കൽ ബേസ് ലൈൻസ് വരച്ചിരുന്നത്. സോ ആ ലൈൻ നമ്മുടെ ബോഡീസിന്റെ ലൈനുമായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബോഡീസ് റെഡി ആയിട്ടുണ്ട്. ഈ സെയിം തന്നെയാണ് നമ്മൾ ബാക്ക് ബോഡീസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ ഔട്ട്ലൈൻസിൽ കൂടി ഒന്ന് ഈ പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യാനും ഈ സെയിം പാറ്റേൺ തന്നെ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും ട്രേസ് ചെയ്യാനുള്ള ഒരു റിക്വയർഡ് എമൗണ്ട് ഓഫ് ഫാബ്രിക് നിങ്ങൾ എടുക്കുക. അതിനുശേഷം ഫാബ്രിക് ഇതേപോലെ ഓൺ ഫോൾഡിൽ ഇടുക. എന്നിട്ട് ഫ്രണ്ട് ബോഡീസ് ആദ്യം നമ്മൾ ട്രേസ് ചെയ്യുക, അതായത് ഫ്രണ്ട് പാറ്റേൺ ആദ്യം ട്രേസ് ചെയ്യുക. ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുമ്പോൾ ആകെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1.25 ഇഞ്ച് മാറ്റിയല്ലേ ഒരു വെർട്ടിക്കൽ ബേസ് ലൈൻ വരച്ച്, ആ ലൈൻ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടായിരിക്കും ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുന്നത്. കാരണം ബാക്ക് ബോഡീസിൽ ഈ ഒരു ഡിസൈൻ ഞാൻ കൊണ്ടുവരുന്നില്ല, ഇത് യോക്ക് പാർട്ടിൽ മാത്രം വരുന്ന ഡിസൈൻ ആണല്ലോ. അപ്പോൾ നമുക്ക് ബാക്കിൽ വേണ്ടി വരില്ലല്ലോ. സോ ബാക്കിൽ നോർമലി ഫോൾഡ് ചെയ്തിട്ട് ട്രേസ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് ബോഡീസ് ട്രേസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്യുക. സോ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു 1.25 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത ലൈനിൽ ഇതേപോലെ ആ പാറ്റേൺ ഒന്ന് ഫോൾഡ് ചെയ്ത് അകത്തോട്ടാക്കുക. അതിനുശേഷം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ട്രേസ് ചെയ്യുക. അതിന് മുൻപായിട്ട് നമ്മളൊരു 0.25 ഇഞ്ച് സീം അലവൻസ് നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഈ 0.25 ഇഞ്ച് എന്ന് പറയുന്നത് എന്താണ്? തയ്യൽ തുമ്പ്, അതായത് നമ്മൾ ബാക്കിൽ ഹുക്ക് ആൻഡ് ഐ സ്ട്രാപ്പ് പിടിപ്പിക്കുന്നുണ്ട്, അത് അറ്റാച്ച് ചെയ്യാൻ കുറച്ച് സീം അലവൻസ് വേണം. സോ അതാണ് ഈ 0.25 ഇഞ്ച് കേട്ടോ. ഇനി ആ ലൈനും നമ്മുടെ പാറ്റേൺ ഫോൾഡ് ചെയ്ത ലൈനും കൂടി ചേർത്ത് വെച്ചിട്ട് വേണം ട്രേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബാക്ക് ബോഡീസിൽ നമ്മൾ ലൈനിങ് ട്രേസ് ചെയ്യുന്നതും ഈ സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ ഫ്രണ്ട് ബോഡീസിൽ നമ്മൾ ലൈനിങ് ചെയ്യുന്നത് എങ്ങനെയാണോ ബാക്ക് ബോഡീസ് ചെയ്തത് അതേപോലെ തന്നെ വേണം. കാരണം ഈ ഒരു 1.25 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഫ്രണ്ട് ബോഡീസിൽ. ആ 1.25 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത ആ ലൈനിൽ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. അന്നേരം നിവർത്തുമ്പോൾ കറക്റ്റ് നമ്മുടെ ബാക്ക് ബോഡീസിന്റെ അതേ വിത്തിൽ തന്നെ ആയിരിക്കും കിട്ടുന്നത്. സോ അതുകൊണ്ടാണ് ലൈനിങ് നമ്മൾ എങ്ങനെയാണോ ബാക്ക് ബോഡീസ് ഫോൾഡ് ചെയ്തത് അതുപോലെ തന്നെ ട്രേസ് ചെയ്താൽ മതി എന്ന് പറയുന്നത് കേട്ടോ. അതിനിപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. സോ ഇനി നമ്മൾ ചെയ്യുന്നത് സീം അലവൻസ് ആണ്. സീം അലവൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന പോലെ തന്നെയാണ്. നെക്കിന് 0.25 ഇഞ്ച്, ഷോൾഡറിനും സ്ലീവിനും 0.5 ഇഞ്ച്, സൈഡ് സീമിന് 1 ഇഞ്ച്, ഹെമ്മിന് 0.5 ഇഞ്ച്. ഞാൻ കൊടുക്കുന്ന പാറ്റേൺ ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ രീതിയിൽ സീം അലവൻസ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കുക, അതിനൊന്നും പ്രത്യേകിച്ച് ഒരു റൂൾസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്ക് ബോഡീസ് ട്രേസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ബാക്ക് ഓപ്പണിംഗ് ആണ്, അതുകൊണ്ട് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഫ്രണ്ട് ബോഡീസിന്റെ ലൈനിങ് ഞാൻ കട്ട് ചെയ്തില്ല, അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഡീഷണൽ ഇങ്ങനെ സെപ്പറേറ്റ് കാണിക്കുന്നത്.
അതിനായിട്ട് നമ്മൾ ഫാബ്രിക് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പാറ്റേൺ എടുക്കുക. അതിൽ ഓൾറെഡി നമ്മൾ 1.5 ഇഞ്ച് വിത്തിൽ മാറ്റിയൊരു ലൈൻ വരച്ചല്ലോ, ആ ലൈൻ നമ്മൾ അകത്തോട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് വേണം ലൈനിങ് ട്രേസ് ചെയ്യാൻ. അതായത് ബാക്ക് ബോഡീസ് നമ്മൾ എങ്ങനെയാണോ ട്രേസ് ചെയ്ത് ആ സെയിം പാറ്റേണിൽ തന്നെ ഇതും ട്രേസ് ചെയ്യുക. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ ഫ്രണ്ടിൽ ഈ ഒരു 1.25 ഇഞ്ച് വിത്ത് എന്ന് പറയുന്ന മെയിൻ ഫാബ്രിക്കിൽ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് പോകും. സോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നിവർത്തുമ്പോൾ പിന്നെ കറക്റ്റ് നമ്മളിപ്പോൾ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് അതേ വിത്തിൽ തന്നെ കിട്ടും. അതാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിനും നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇത് എൻ്റെ ചോക്കിൻ്റെ കളറും ഫാബ്രിക്കിൻ്റെ കളറും സെയിം ആയതുകൊണ്ട് സീം അലവൻസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റാത്തതാണ്, പക്ഷെ ശരിക്കും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ ഓൾറെഡി 1.25 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്ത ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ മെഷർ ചെയ്യുക. അപ്പോൾ നമുക്ക് 5.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ 3 ഇരട്ടി ലെങ്ത്തിൽ 2 ഫാബ്രിക് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. വിഡ്ത്ത് വന്നിട്ട് 2.5 ഇഞ്ചാണ്. ഇത് ഞാൻ യോക്ക് പാർട്ടിൽ 2 സൈഡിലായിട്ട് പ്ലേറ്റ്സ് കൊണ്ടുവരാനും ഉദ്ദേശിക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. സോ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പ്രോസസ്സിലോട്ടൊന്ന് നോക്കാം. സ്ലീവിന് ഞാൻ പൈപ്പിംഗ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണ്. സോ നമ്മളത് പൈപ്പിംഗ് കോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ആം ഹോൾ ഡെപ്തിൻ്റെ ടോട്ടൽ ലെങ്ത് ഒന്ന് എടുക്കുക. സോ അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9.5 ഇഞ്ചാണ്. ഈ 9.5 ഇഞ്ചിനെക്കാട്ടിൽ ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി നമ്മളൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് 11 ഇഞ്ചിൽ. ഞാൻ 2 ക്രോസ് പീസ് അറ്റാച്ച് ചെയ്താണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ.
നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഈ ഒരു ക്രോസ് പീസിനുള്ളിലോട്ട് ഈ ഒരു പൈപ്പിംഗ് കോഡ് വെച്ച് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സോ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഫൂട്ടർ മാറ്റി കൊടുക്കുക. നോർമൽ ഫൂട്ടർ മാറ്റിയിട്ട് പൈപ്പിംഗ് ഫൂട്ടർ ആക്കുക. ഫൂട്ടർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് റൈറ്റ് സൈഡിലോട്ട് നീഡിൽ വരുന്ന ടൈപ്പും ഉണ്ട്, ലെഫ്റ്റ് സൈഡിലോട്ട് നീഡിൽ വരുന്ന ടൈപ്പും ഉണ്ട്. ഞാനിവിടെ റൈറ്റ് സൈഡിലോട്ട് നീഡിൽ വരുന്ന ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ആ ഡയറക്ഷനിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് കോഡിൻ്റെ എഡ്ജിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈനിങ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 ഇഞ്ചാണ്. ഈ 0.5 ഇഞ്ച് തന്നെയാണല്ലോ നമ്മൾ സ്ലീവിനും കൊടുത്തിരിക്കുന്ന സീം അലവൻസ്. സോ അത് കണക്കാക്കിയാണ് ഞാൻ ക്രോസ് പീസിന് 1.5 ഇഞ്ച് വിഡ്ത്ത് കൊടുത്തത് കേട്ടോ. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുക, നമ്മുടെ പൈപ്പിംഗ് വരുന്ന ഭാഗം നമ്മുടെ മെയിൻ ഫാബ്രിക്കിന് ഉള്ളിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ് പീസും അതിൻ്റെ പുറത്തോട്ട് വെച്ച് തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ പൈപ്പിംഗ് കിട്ടും. അതായത് ഫാബ്രിക് വെച്ചിട്ട് നമ്മൾ പൈപ്പിംഗ് ചെയ്യുന്നതിൽ നല്ല നീറ്റായിരിക്കും ഇതേപോലെ പൈപ്പിംഗ് കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന കേട്ടോ. പിന്നെ നമുക്ക് ഈ ഫൂട്ടർ തന്നെ സ്റ്റീലിൻ്റെ ഫൂട്ടർ തന്നെ അല്ല, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഫൂട്ടേഴ്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ഓൺ ആക്കിയിട്ടില്ല, കാരണം പ്ലീറ്റഡ് സ്കേർട്ട് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.